ട്രിവാൻഡ്രത്ത് 5 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു വീട് വന്നത് നമുക്ക് ട്രിവാൻഡ്രം പിടാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഉണ്ടോ, ഇപ്പോൾ 2 കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഏരിയയാണ്. കണ്ടോ, റോഡൊക്കെ നല്ല വീതിയുള്ളതാണ്. നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. വേറെയും ധാരാളം വീടുകൾ കാണാൻ സാധിക്കും. ഒരു വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നമുക്കൊരു ജിം സെൻ്റർ ഉണ്ട്. പിന്നെ തൊട്ട് അപ്പുറത്തായിട്ട് നമുക്കിവിടെ ഒരു ടർഫ് കാണാൻ സാധിക്കുന്നുണ്ടോ. തൊട്ടപ്പുറത്ത് ടർഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ. പിന്നെ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു കാർ, ഒരു വലിയൊരു SUV കാർ പോലും പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫുള്ള് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ടോ. തറ ഫുള്ളും തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെയാണ് നമുക്ക് കിണർ വരുന്നത്. പിന്നെ വർക്ക് ഏരിയ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് കിണറും പൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എല്ലാം വരുന്നത്. കൂടാതെ ഈ വീടിന് നമുക്കൊരു സർവൻറ്റ് ബാത്റൂമും കൂടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഈ സൈഡ് നമുക്കൊരു സർവൻറ്റ് ബാത്റൂം ഉണ്ട്. കണ്ടു, ഇതാണ് നമുക്കൊരു സർവൻറ്റ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 12x6 ഡയമെൻഷനിൽ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഫുള്ള് വുഡൻ പാനലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഡോറെല്ലാം തന്നെ തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ തന്നെ നമുക്ക് 30x14 ഡയമെൻഷനിലുള്ളതാണ്. ടെയിൽ കണ്ടോ, നല്ല വലിയ ടെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ ആണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കിൽ വരുന്നത് PVC പാനലാണ് നമുക്ക് പുറകു സൈഡ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV വെക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടുത്തെ ലിവിങ് ഏരിയയാണ് നല്ല വലിയൊരു സ്പേസിൽ ചെയ്തിട്ടുള്ളത്. കണ്ടോ, അത്രയും വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 18x12 ഡയമെൻഷനിലാണ് നമുക്കിവിടുത്തെ ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. അവിടെയും മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് സീലിംഗ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സ്റ്റെയർ കയറുന്നതിൻ്റെ താഴെയായിട്ടും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാം. ഈ ഭാഗത്താണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ തന്നെ തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചൺ വന്നിട്ട് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിലെ മെറ്റീരിയൽ കണ്ടോ, ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കിച്ചണിലെ മെറ്റീരിയൽ വരുന്നത്. ഇവിടെയായിട്ട് സിങ്ക് വരുന്നുണ്ട്. അതാണ് സിങ്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ കാണാം. ഈ ഭാഗത്ത് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ. ഈ ഭാഗത്ത് ഇവിടെയും ഒരു സിങ്ക് വരുന്നുണ്ട്. ഫുള്ള് നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഫുള്ള് കവർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ല സ്പേസും കാണാൻ സാധിക്കും. മുകളിൽ മഴയെ നനയത്തില്ല, ഷീറ്റൊക്കെ ഇട്ട് നല്ല കവർ ചെയ്തിട്ടുള്ളതാണ്. നമുക്കപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബാക്കി 3 നമുക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കയറി കാണാം. ഈ ഭാഗത്താണ് ബെഡ്റൂം വരുന്നത്. നമുക്ക് 16x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോർ വരുന്ന ടൈപ്പാണ്. ഇവിടെ ആയിട്ട് ഒരു മിറർ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ പാറ്റേൺ ആണ് നമുക്കിവിടെ വാർഡ്രോബിന് വരുന്നത്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി ചുമരിലെ ടൈൽ പാറ്റേൺ എല്ലാം ഇതാണ് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കണ്ടോ, ഷവർ എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ഉള്ളതുമാണ് നമുക്ക് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. നമുക്ക് ഈ കാണുന്ന നമുക്ക് സ്റ്റെയർ കയറി മുകളിലോട്ട് പോകാം. നമുക്ക് ഫുള്ള് ഗ്രാനൈറ്റാണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ടോപ്പിൽ വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വുഡും സ്റ്റീലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഇവിടുത്തെ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ മുകളിൽ ഒരു നിലയും കൂടെ കയറി പോകുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ച കൊണ്ട് കയറി കാണാം.
അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളിവിടെ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 18x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സ്പോട്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഒരു 3 ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂം ഈ ഭാഗത്തും പിന്നെ ഒരു ബെഡ്റൂം ഇപ്പുറത്ത് ഇവിടെയുമായിട്ടാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി ഈ മുകളിലോട്ടും കൂടെ പോയി കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലോർ നമുക്ക് നോക്കിയിട്ട് ഈ മുകളിലോട്ടുള്ള ഒരു കാഴ്ച കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 3 ബെഡ്റൂം കൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം 16x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ നമ്മൾ പുറത്ത് കണ്ട അതേ ഒരു ടൈലിങ് തന്നെയാണ്. അതായത് ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേൺ തന്നെ ഒരു 3 ഡോറാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിററൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ഇവിടുത്തെ ടൈലിങ്ങെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. മിറർ, സിങ്ക് എല്ലാ സംഭവം വരുന്നുണ്ട്. താഴെ ഗ്രിപ്പിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നമുക്ക് നേരത്തെ കണ്ട അതേ ഒരു സൈസിലാണ് വരുന്നത്. 16x12 ഡയമെൻഷനിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റിങ്ങും പിന്നെ സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു രീതിക്കുള്ള ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. PVC ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അകത്ത് വരുമ്പോൾ ഇവിടെ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. സൈഡിലത്തെ ടൈലെല്ലാം ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ, സിങ്ക് സംഭവം വരുന്നുണ്ട്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് കോമൺ ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാർഡ്രോബ് കണ്ടോ 2 ഡോർ വരുന്ന ടൈപ്പാണ്. മിറർ എല്ലാം സെയിം അപ്പുറത്തൊക്കെ കണ്ടാതെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. ടൈൽ പാറ്റേൺ ആണ് നമ്മുടെ ബാത്റൂമിന് വരുന്നത്. ബാക്കി ഇവിടെ ബ്രാൻഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി നോക്കാം. ഈ ഭാഗത്ത് ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണി വന്നിട്ട് നമുക്ക് 12x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെ നമുക്കിവിടെ സീലിങ്ങിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ബാൽക്കണി വരുന്നിട്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റീലും ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ടോപ്പിൽ ഈ ഭാഗത്ത് കൊണ്ടൊന്ന് കയറി പോവാം. നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ അപ്പുറത്തേണ്ട ഒരു ഹാൻഡിൽസ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുകളിൽ എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്കപ്പോൾ മുകളിൽ വന്നാൽ ഇവിടെ ചെറിയ കുറച്ച് സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ പുറത്ത് ഇപ്പോൾ ടെറസിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി ഈ ഒരു വഴിയാണ്. ഇതാണ് നമുക്കിവിടെ ടെറസിൻ്റെ മുകളിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കയറണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് ഈ ഒരു സ്പേസ് വഴി നമുക്ക് കയറിയാൽ മുകളിലെത്താൻ പറ്റും. അപ്പം അങ്ങനെയാണ് വീടിൻ്റെ മുകളിൽ നമുക്ക് എത്താനുള്ള സ്പോട്ടാണ്. അപ്പം വീടിൻ്റെ മുകളിലെത്താൻ വേണ്ടിയുള്ള സ്ഥലമാണ് നമുക്ക് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 95 ലക്ഷമാണ് മാറുന്നത്. അപ്പോൾ നെഗോഷ്യബിളാണ് ആ ഒരു പ്രൈസ്. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തായാലും ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനുള്ള വീടുകൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ ഇനിയും ധാരാളം വരാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫാസ്റ്റായിട്ട് തന്നെ വരിക. അപ്പോൾ എല്ലാവർക്കും ബൈ.